Question number 1. If tan x equal to minus 5 by 12, x lies in second quadrant, find the values of all other trigonometric functions. നമ്മളോട് പറഞ്ഞിരിക്കുന്നു എക്സ് എന്ന് പറയുന്ന ആംഗിൾ ഒരു സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണെന്ന്. അതുപോലെ തന്നെ ആ ആംഗിളിന് ടാനിന്റെ വില നമുക്ക് തന്നിട്ടുണ്ട്. ടാൻ എക്സ് ഇക്വൽ ടു മൈനസ് 5/12 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ് എക്സ് എന്നാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ ആംഗിളിന് പോസിറ്റീവായിട്ട് വരുന്ന റേഷ്യോസ് കൊസീക്കും സീക്കും ആണെന്ന് നമുക്കറിയാം. സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവായിട്ട് വരുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ ഓൾ സിൽവർ ടീ കപ്സ് വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ കൊസീക്കും സീക്കുമാണ് പോസിറ്റീവ് വരിക, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ എക്സ് തന്നിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആംഗിളിന് ബാക്കി വരുന്ന 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും വാല്യൂസ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചുകൊണ്ട് ഒരു ഷോർട്ട് കട്ട് രീതിയിലാണ് നമ്മളിവിടെ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ടാൻ എക്സിന്റെ വില -5/12 എന്ന് തന്നിരിക്കുന്നതിൽ നിന്നും ആ നെഗറ്റീവ് സൈൻ നോക്കാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാൻ എക്സ് 5/12 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് 5 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡ് 12 എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് കാണുകയാണെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 144 പ്ലസ് 25 എന്ന് വരുന്നു. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 144 പ്ലസ് 25 സ്ക്വയർ റൂട്ട് ഓഫ് 169, ഈ ഒരു വാല്യൂ 13 എന്ന് വരുന്നു. ഇപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ 3 സൈഡുകളുമായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ടാൻ എക്സ് എടുത്തതുപോലെ ഈ എക്സ് എന്ന് പറഞ്ഞ ആംഗിളിന്റെ ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. 5 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 13 ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആംഗിൾ ആയതുകൊണ്ട് നമുക്കറിയാം അവിടെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ആൻസർ 5/13 എന്ന് എടുക്കുന്നു. ഇതുപോലെ കോസ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കോസ് എക്സ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ അഡ്ജസന്റ് സൈഡ് എക്സിന്റെ അഡ്ജസന്റ് സൈഡായിട്ട് നമ്മൾ കാണുന്നത് സമീപവശമായിട്ട് കാണുന്നത് 12 ആണ്. 12 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 13 ആണ്. പിന്നെ നമുക്കറിയാം ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആയതുകൊണ്ട് കോസ് നെഗറ്റീവ് എടുക്കണം. അതുകൊണ്ട് -13/12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ടാൻ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊസീക് എക്സ് എഴുതാം. കൊസീക് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ ആണ്. 1 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് എടുത്താൽ മതി. അതായത് 5/13ന്റെ റെസിപ്രോക്കൽ 13 ഡിവൈഡഡ് ബൈ 5 എന്ന് വരുന്നു കൊസീക് എക്സ്. വീണ്ടും നമുക്ക് ഇവിടെ സീക് എക്സ് എഴുതാം. സീക് എക്സ് ഈക്വൽ ടു സീക് എക്സ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണ്. കോസ് എക്സ് എന്ന് പറയുന്നത് -12/13 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ -13/12 എന്ന് എടുക്കാം. വീണ്ടും നമുക്ക് കോട്ടെക്സ് എഴുതാം. കോട്ടെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ ആണ്. 1 ഡിവൈഡഡ് ബൈ ടാൻ എക്സ്. ടാൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിന് -5/12 ആയിരുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ -12/5 ആണ് കോട്ടെക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചുകൊണ്ടാണ് ഷോർട്ട് കട്ട് രീതിയിൽ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചത്. ഇങ്ങനെയല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനാണ്. കാരണം ഇവിടെ എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. അത് 90ക്കും 180ക്കും ഇടയിൽ വരുന്ന ആംഗിൾ ആണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ട്രയാങ്കിളിൽ ഈ ഒരു ആംഗിളിനെ മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ഷോർട്ട് കട്ട് ആയിട്ടാണ് നമ്മളിവിടെ ട്രയാങ്കിൾ വരച്ചുകൊണ്ട് പിന്നീട് നമ്മൾ ആ റേഷ്യോയുടെ സൈൻ ചേർത്ത് കൊടുത്ത് അതിന്റെ ആൻസർ എഴുതിയത്. പക്ഷേ ഇത് എഴുതാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല നമുക്കറിയാം 1 + tan സ്ക്വയർ എക്സ് 1 + tan സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് എന്നുള്ള ഈ ഫോർമുല ഉപയോഗിച്ച് ടാൻ എക്സിന്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സീക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സീക്ക് എക്സിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ് എക്സിന്റെ വില കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോസ് എക്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സൈൻ എക്സിന്റെ വില കിട്ടും. അവിടെ നമുക്ക് കൊസീക് എക്സിന്റെ വില കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഫോർമുലയുണ്ട് 1 + cot സ്ക്വയർ എക്സ്
ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. ഈ ഫോർമുലകളൊക്കെ ഇതിന്റെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ട്രയാങ്കിളിലേക്ക് വരാതെ തന്നെ നമുക്ക് ഇതിന്റെ വാല്യൂസ് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഫോർമുലകൾ ആണ് ഇവിടെ ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിളിൽ കൂടി എളുപ്പ വഴിയിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുള്ള രീതിയാണ് സാധാരണ എളുപ്പ വഴിയിലെ പ്രോബ്ലങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, sin x equal to 3/5. X lies in the second quadrant. Find the values of cos x, sec x, tan x and cot x. നമുക്കിവിടെ സൈൻ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ് വരുന്നത്. അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കുമാണ് പോസിറ്റീവ് വരുന്നത്, ബാക്കിയെല്ലാം നെഗറ്റീവ് എന്നുള്ള രീതിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സൈൻ എക്സിന്റെ വാല്യൂ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പോസിറ്റീവ് ആയിട്ടാണ് തന്നേക്കുന്നത്. 3/5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് രീതിയിൽ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നു. നമ്മളിവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിൾ മാർക്ക് ചെയ്യുന്നു. സൈൻ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ 3 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ 5 എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ 5 എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ അഡ്ജസന്റ് സൈഡ് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 25 മൈനസ് 9, സ്ക്വയർ റൂട്ട് ഓഫ് 16, അതായത് 4 എന്ന് വരുന്നു ഇവിടെ ഈ ഒരു അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമുക്ക് ഇവിടെ അഡ്ജസന്റ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ റേഷ്യോസും എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്ന റേഷ്യോസ് ശ്രദ്ധിക്കുക. കോസ് എക്സ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ അഡ്ജസന്റ് സൈഡ് അത് 4 ആണ്. 4 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. പിന്നെ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആയിരിക്കും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൈനസ് ചേർക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളോട് സീക്ക് എക്സ് ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. കോസ് എക്സ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് സീക്ക് എക്സ് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് സീക്ക് എക്സ് എന്ന് പറയുന്നത് 1 കോസ് എക്സ് ആണ് നമുക്കറിയാം. അതായത് 1 ഡിവൈഡഡ് ബൈ മൈനസ് 4/5 എന്ന് എടുക്കുമ്പോൾ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. മൈനസ് 5 ഡിവൈഡഡ് ബൈ 4 എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഇനി അടുത്തതായിട്ട് എഴുതാൻ പറഞ്ഞേക്കുന്നത് ടാൻ എക്സ് ആണ്. ടാൻ എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നോ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിനകത്തുനിന്ന് ടാൻ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 ആണ്, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്, അതായത് 3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആയതുകൊണ്ട് ടാൻ നെഗറ്റീവ് ആയിരിക്കും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് മൈനസ് 3/4 എന്ന് വരുന്നു. ഇനി അടുത്തതായിട്ട് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കോട്ടെക്സ് ആണ്. കോട്ടെക്സ് ഈക്വൽ ടു കോട്ടെക്സ് നമുക്കറിയാം കോട്ടെക്സ് 1 ഡിവൈഡഡ് ബൈ ടാൻ എക്സ് എന്ന് എടുത്താൽ മതി. ടാൻ എക്സ് നമുക്കുണ്ട്, അതായത് 1 ഡിവൈഡഡ് ബൈ മൈനസ് 3/4 അല്ലെങ്കിൽ മൈനസ് 4 ഡിവൈഡഡ് ബൈ 3 എന്ന് കോട്ടെക്സിന്റെ ആൻസർ കിട്ടുന്നു. ഇങ്ങനെ നമുക്ക് ട്രയാങ്കിൾ വരച്ചുകൊണ്ട് നമുക്ക് എളുപ്പ വഴിയിൽ നമുക്ക് ഇതിന്റെ വാല്യൂ കാണാനായിട്ട് സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല നമുക്കറിയാം. സൈൻ എക്സ് നമുക്കുണ്ട്. ഈ സൈൻ എക്സ് വെച്ചുകൊണ്ട് നമ്മൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ള ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സൈൻ എക്സിന്റെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ കോസ് സ്ക്വയർ എക്സിന്റെ വാല്യൂ കാണാൻ പറ്റും, അതായത് കോസ് എക്സിന്റെ വാല്യൂ കാണാൻ പറ്റും. സൈൻ എക്സും കോസ് എക്സും ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 റേഷ്യോസും വരുമെന്നുള്ള കാര്യം അറിയാം. യഥാർത്ഥത്തിൽ ആ രീതിയിലാണ് ഇവിടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു രീതി ഇതിന്റെ ഷോർട്ട് കട്ട് രീതിയായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് എളുപ്പ വഴിയിൽ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ 3. Prove that sin 5x plus sin 3x divided by cos 5x plus cos 3x equal to tan 4x. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ LHS എടുക്കുന്നു. LHSൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഫോർമുല കൊടുത്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുല sin c plus
സൈൻ ഡി. നമുക്കറിയാം സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഈ ഒരു ഫോർമുല നമുക്ക് ന്യൂമറേറ്ററിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ഉപയോഗിക്കുന്ന ഫോർമുല നമുക്കറിയാം, അത് കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുലയാണ്. അതായത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഈ ഒരു ഫോർമുല നമുക്ക് ഡിനോമിനേറ്ററിലും ഉപയോഗിക്കാം. ന്യൂമറേറ്ററിൽ നമ്മൾ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുല ഉപയോഗിക്കുമ്പോൾ 2 സൈൻ സിയുടെ സ്ഥാനത്ത് ഇവിടെ 5x ഡിയുടെ സ്ഥാനത്ത് 3x അതായത് 5x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 കോസ് 5x പ്ലസ് 3x ബൈ 2 ഇൻറ്റു കോസ് 5x മൈനസ് 3x ബൈ 2 ഇങ്ങനെ വരുന്നു. വീണ്ടും നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിൽ 2 സൈൻ 5x പ്ലസ് 3x 8x ബൈ 2 ഇൻറ്റു കോസ് 5x മൈനസ് 3x അതായത് 2x ബൈ 2. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ 2 കോസ് 5x പ്ലസ് 3x 8x ബൈ 2 ഇൻറ്റു കോസ് 2x ബൈ 2 എന്ന് വരുന്നു. ഇവിടെ നമുക്ക് ഇതിനെ 2 ഇൻറ്റു സൈൻ 8x ബൈ 2, 8ഉം 2ഉം കട്ടായിട്ട് 4x എന്ന് വരുന്നു ഇൻറ്റു കോസ് 2x ബൈ 2, 2ഉം 2ഉം കട്ടായിട്ട് കോസ് x എന്ന് വരുന്നു. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 2 കോസ് 8x ബൈ 2 4x ഇൻറ്റു കോസ് 2x ബൈ 2 കോസ് എക്സ് എന്ന് വരുന്നു. ഇവിടെ നമുക്ക് 2ഉം 2ഉം കട്ട് ചെയ്യാം. അതുപോലെ തന്നെ കോസ് എക്സും കട്ട് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ ഇതിന് മുമ്പുള്ള സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ ടൈംസിനെ അവിടെ തന്നെ കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ കട്ട് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്നത് സൈൻ 4x ഡിവൈഡഡ് ബൈ കോസ് 4x എന്നാണ്. നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നത് ടാൻ തീറ്റയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് സൈൻ 4x ബൈ കോസ് 4xനെ ടാൻ 4x എന്ന് എഴുതാം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHSൽ നമ്മൾ എത്തിച്ചേരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഫോർമുലകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുലയും അതുപോലെ തന്നെ കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുലയുമാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് കോസ് 7x പ്ലസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 5x. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. ന്യൂമറേറ്ററിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്ന ഫോർമുല കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല. അതുപോലെ ഡിനോമിനേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല സൈൻ സി മൈനസ് സൈൻ ഡി ഫോർമുല ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. നമ്മൾ LHS എടുത്തുകൊണ്ട് ചെയ്തു തുടങ്ങുന്നു. LHS ഈക്വൽ ടു ന്യൂമറേറ്ററിൽ നമ്മൾ കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല കൊടുക്കുന്നു. അപ്പോൾ സിയുടെ സ്ഥാനത്ത് 7x ഡിയുടെ സ്ഥാനത്ത് 5x എന്നുള്ള രീതിയിൽ നമ്മൾ ഫോർമുലയിൽ കൊടുക്കുന്നു. അതായത് 2 കോസ് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ സൈൻ സി മൈനസ് സൈൻ ഡി ഫോർമുല. സിയുടെ സ്ഥാനത്ത് 7x ഡിയുടെ സ്ഥാനത്ത് 5x. അതായത് 2 കോസ് 7x പ്ലസ് 5x ബൈ 2 ഇൻറ്റു സൈൻ 7x മൈനസ് 5x ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2 കോസ് 7x പ്ലസ് 5x 12x ബൈ 2 ഇൻറ്റു കോസ് 7x മൈനസ് 5x 2x by 2 whole divided by 2 cos 7x plus 5x 12x by 2 into sin 7x minus 5x 2x by 2 എന്ന് വരുന്നു. അതായത് 2 cos 12x by 2 12ഉം 2ഉം വെട്ടിയിട്ട്
6x എന്ന് വരുന്നു ഇൻറ്റു കോസ് 2x ബൈ 2 2 ഇൻറ്റു വിട്ടിട്ട് കോസ് എക്സ് എന്ന് വരുന്നു ഹോൾ ഡിവൈഡഡ് ബൈ 2 കോസ് 12x ബൈ 2 അതായത് 6x എന്ന് വരുന്നു ഇൻറ്റു സൈൻ 2x ബൈ 2 എക്സ് എന്ന് വരുന്നു. ഇവിടെ 2 ഇൻറ്റു നമുക്ക് കട്ട് ചെയ്യാം. കോസ് 6xും കോസ് 6xും കട്ട് ചെയ്യാം. അപ്പം അങ്ങനെയെങ്കിൽ ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ കോസ് എക്സും ഡിനോമിനേറ്ററിൽ സൈൻ എക്സും. കോസ് എക്സ് ബൈ സൈൻ എക്സ് നമുക്കറിയാം. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നത് കോട്ട് തീറ്റയാണ്. അതായത് ഇത് കോട്ട് എക്സ് എന്ന് വരുന്നു ഇതിന്റെ RHS. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുലകൾ ശ്രദ്ധിക്കുക. ന്യൂമറേറ്ററിൽ കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുലയും ഡിനോമിനേറ്ററിൽ സൈൻ സി മൈനസ് സൈൻ ഡി ഫോർമുലയുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 5. പ്രൂവ് ദാറ്റ് കോസ് 4x മൈനസ് കോസ് 3x പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ സൈൻ 4x മൈനസ് സൈൻ 3x പ്ലസ് സൈൻ 2x ഈക്വൽ ടു കോട്ട് 3x. പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ LHS എടുത്തുകൊണ്ട് തുടങ്ങുന്നു. LHS ഈക്വൽ ടു ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിൽ ആദ്യത്തെയും അവസാനത്തെയും ടേമുകൾ നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. അതായത് കോസ് 4x പ്ലസ് കോസ് 2x നമ്മൾ ഒരുമിച്ച് എടുത്തിട്ട് കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും നമ്മൾ സൈൻ 4xും അതുപോലെ തന്നെ സൈൻ 2xും നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. എന്നിട്ട് സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുല കൊടുക്കുന്നു. അതിന്റെ കാരണം 4xും അതുപോലെ തന്നെ 2xും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6x കിട്ടും. അപ്പൊ അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ വരുന്നതാണ് 3x. അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ടേമുകൾ ഒരുമിച്ച് എടുക്കണം എന്ന് പറയാനുള്ള കാരണം ന്യൂമറേറ്ററിൽ ഒരു കോമൺ ഫാക്ടർ വന്നിട്ട് അത് ക്യാൻസൽ ആയി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിൽ ആ ഒരു ഓർഡർ ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ കോസ് 4x പ്ലസ് അതിന്റെ കൂടെ നമ്മൾ കോസ് 2x എഴുതുന്നു. കോസ് 3xനെ മാറ്റി എഴുതുന്നു. മൂന്നാമത്തെ ടൈം ആയിട്ട് എഴുതുന്നു. മൈനസ് കോസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ സൈൻ 4x പ്ലസ് സൈൻ 2x ഇത് ഒരുമിച്ച് എടുക്കുന്നു. മൈനസ് സൈൻ 3x അതിനെ മൂന്നാമത്തെ ടൈം ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കോസ് 4x പ്ലസ് കോസ് 2xന് ഫോർമുല കൊടുക്കുന്നു. അതുപോലെ തന്നെ സൈൻ 4x പ്ലസ് സൈൻ 2xന് ഫോർമുല കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഫോർമുല നമുക്കറിയാം. കോസ് സി പ്ലസ് കോസ് ഡി ദാറ്റ് ഈസ് 2 കോസ് സി പ്ലസ് ഡി ബൈ 2. അതായത് 4x പ്ലസ് 2x ബൈ 2. നമുക്കറിയാം 4x പ്ലസ് 2x 6x എന്ന് വരും. 6x ബൈ 2 എന്ന് പറയുന്നത് 3x എന്ന് വരും. ഇൻറ്റു കോസ് 4x മൈനസ് 2x അതായത് 2x ബൈ 2 എന്ന് പറയുന്നത് x എന്ന് വരും. മൈനസ് കോസ് 3x ന്യൂമറേറ്ററിൽ അവിടെ ഉണ്ട്. അത് അതുപോലെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ താഴെ അതുപോലെ തന്നെ സൈൻ 4x പ്ലസ് സൈൻ 2xന് നമ്മൾ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുല കൊടുക്കുമ്പോൾ 2 സൈൻ 4x പ്ലസ് 2x ബൈ 2 6x ബൈ 2 അതായത് 3x എന്ന് വരും. ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 അതായത് 4x മൈനസ് 2x ബൈ 2 അതായത് കോസ് എക്സ് മൈനസ് സൈൻ 3x അവിടെ ഉണ്ട്. അത് അതുപോലെ തന്നെ എഴുതുന്നു. ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ന്യൂമറേറ്ററിലെ രണ്ട് ടേമുകളിലും കോസ് 3x ഒരു കോമൺ ഫാക്ടർ ആണ്. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കോസ് 3xനെ നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ആദ്യത്തെ ടേമിനകത്ത് ഇനി ബാക്കിയുള്ളത് 2ഉം കോസ് എക്സുമാണ്. അപ്പൊ ആദ്യത്തെ ടേം നമ്മൾ എഴുതുന്നു 2 കോസ് എക്സ് മൈനസ് ലാസ്റ്റ് ടൈമിനകത്ത് കോസ് 3x വെളിയിലേക്ക് പോയി അവിടെ 1 എന്ന് വരുന്നു. ഡിവൈഡഡ് ബൈ താഴെ ഇതുപോലെ തന്നെ സൈൻ 3x ഒരു കോമൺ ഫാക്ടർ ആയിട്ട് നമ്മൾ രണ്ട് ടേമുകളിലും കാണുന്നു. നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സൈൻ 3xനെ വെളിയിലേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ടൈമിൽ ഇനി ബാക്കിയുള്ളത് 2 കോസ് എക്സ് എന്നാണ്. 2 കോസ് എക്സ് മൈനസ് അടുത്ത ടൈമിനകത്ത് സൈൻ 3x അതുപോലെ വെളിയിലേക്ക് പോയി അവിടെ 1 എന്ന് വരുന്നു. ഇവിടെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കോസ് എക്സ് മൈനസ് 1 ഒരു ഫാക്ടറാണ്. ആ ഫാക്ടർ സെയിം ആയതുകൊണ്ട് അത് കട്ടായി പോകുന്നു. ഇനി ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ കോസ് 3xും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ സൈൻ 3xുമാണ്. നമുക്കറിയാം കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ കോസ് 3x ബൈ സൈൻ 3x എന്ന് പറയുന്നത് കോട്ട് 3x എന്ന് വരുന്നു. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട RHSൽ എത്തിച്ചേരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുലകൾ ഏതൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ന്യൂമറേറ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുലയാണ്. കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല നമുക്കറിയാം. ദാറ്റ്സ് ഇക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 ഫോർമുലയാണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല സൈൻ സി പ്ലസ്
സൈൻ ഡി ഫോർമുലയാണ്. അതായത് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 ഫോർമുലയാണ് ഡിനോമിനേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആറാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമ്മൾ എൽ എച്ച് എസ് എടുത്തുകൊണ്ട് ചെയ്തു തുടങ്ങുന്നു. എൽ എച്ച് എസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് കോസ് വൈ. ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ കാണുമ്പോൾ തന്നെ അറിയാം അത് സൈൻ സി മൈനസ് സൈൻ ഡി ഫോമിലാണ്. സിയുടെ സ്ഥാനത്ത് എക്സും ഡിയുടെ സ്ഥാനത്ത് വൈയും ആണെന്നേ ഉള്ളൂ. അതായത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2, അതായത് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2, അതായത് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നു. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ കോസ് സി പ്ലസ് കോസ് ഡി ഫോമുലയാണ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ സിയുടെ സ്ഥാനത്ത് എക്സും അതുപോലെ തന്നെ ഡിയുടെ സ്ഥാനത്ത് വൈയുമാണ് വരുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം, ഡിനോമിനേറ്ററിൽ നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2, അതായത് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2, അതായത് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നു. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും 2വിനെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ കോസ് എക്സ് പ്ലസ് വൈ ബൈ 2വിനെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയെങ്കിൽ ബാക്കി വരുന്നത് സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് വൈ ബൈ 2. നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എക്സ് മൈനസ് വൈ ബൈ 2 എന്ന് വരുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ എഴുതുന്നു ടാൻ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിന്റെ RHSൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഏഴാമത്തെ ചോദ്യം, ഫൈൻഡ്. അതിനകത്ത് 2 ചോദ്യങ്ങളാണ്. ഒന്നാമതായിട്ട് സൈൻ 75 ഡിഗ്രി, അടുത്തതായിട്ട് കോസ് 15 ഡിഗ്രി. ഒന്നാമത്തെ ചോദ്യം സൈൻ 75 ഡിഗ്രി. ഈ 75 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കറിയാം അത് 45 പ്ലസ് 30 ആണ്. 75നെ നമുക്ക് 45 പ്ലസ് 30 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ സൈൻ എ പ്ലസ് ബി ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ എയുടെ സ്ഥാനത്ത് 45ഉം ബിയുടെ സ്ഥാനത്ത് 30ഉമായിട്ട് നമ്മൾ എടുത്താൽ മതി. നമുക്കറിയാം സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അതായത് സൈൻ 45 ഇൻറ്റു കോസ് 30 പ്ലസ് കോസ് 45 ഇൻറ്റു സൈൻ 30. അപ്പൊ അങ്ങനെയെങ്കിൽ സൈൻ 45ന്റെ വില നമുക്കറിയാം, അത് 1/√2 ആണ്. കോസ് 30യുടെ വില നമുക്കറിയാം, അത് √3/2 ആണ്. പ്ലസ് കോസ് 45 1/√2 ഇൻറ്റു സൈൻ 30 1/2. ആദ്യത്തെ ടേമിനകത്ത് 2 ഫ്രാക്ഷൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 2, അതായത് 2√2. അടുത്തും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 2 ഡിനോമിനേറ്റർ കോമൺ ആണ് നമ്മൾ കാണുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ന്യൂമറേറ്ററിന് നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നു √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതുന്നു. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ചോദ്യവും ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കോസ് 15 ഡിഗ്രി എന്നാണ്. നമുക്കറിയാം 15 എന്ന് പറയുന്നത് 45 മൈനസ് 30 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കോസ് എ മൈനസ് ബിയുടെ ഫോർമുല കൊടുക്കാനായിട്ട് പറ്റും. അതായത് കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് നമുക്ക് എഴുതാം കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി, അതായത് കോസ് 45 ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 45 ഇൻറ്റു സൈൻ 30. കോസ് 45 1/√2 ഇൻറ്റു കോസ് 30 √3/2 പ്ലസ് സൈൻ 45 1/√2 ഇൻറ്റു സൈൻ 30 1/2. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. 1 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 2 പ്ലസ് 1/√2 ഇൻറ്റു 1/2. 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 2 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിന് ആഡ് ചെയ്ത് എഴുതുന്നു √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുലകൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല സൈൻ എ പ്ലസ് ബി. സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല കോസ് എ മൈനസ് ബി. കോസ് എ മൈനസ് ബി ഈക്വൽ ടു
കോസ് എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. ഈ രണ്ട് ഫോർമുലകളാണ് ഈ പ്രോബ്ലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, സൈൻ 765 ഡിഗ്രി. നമ്മളോട് ഇവിടെ കാണാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന വാല്യൂ സൈൻ 765 ഡിഗ്രി, 765 ഡിഗ്രിയുടെ സൈൻ വാല്യൂ കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ സൈൻ ഈ 765ന് നമുക്ക് 720 പ്ലസ് 45 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അതായത് ഇതിന് നമുക്ക് സൈൻ 720 എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 360 പ്ലസ് 360 ആണ്. 360 പ്ലസ് 360 പ്ലസ് 45 എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിന്ന് ആംഗിളിനെ മെഷർ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ ആംഗിള് 365 ഡിഗ്രിയാണ് ടേൺ ചെയ്ത് വരുന്നത്. അതായത് ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ 360 ഡിഗ്രി തിരിയുന്നു. വീണ്ടും രണ്ട് റൊട്ടേഷൻ ആകുമ്പോഴാണ് 720 ഡിഗ്രി വരുന്നത്. അപ്പൊ 720 ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 45 ഡിഗ്രി കൂടി ടേൺ ചെയ്ത് വന്നിരിക്കുന്ന ആംഗിളാണ് നമ്മുടെ 765 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ 765 ഡിഗ്രിയുടെ സൈൻ വില എന്ന് പറയുന്നത് 45 ഡിഗ്രിയുടെ സൈൻ വിലയ്ക്ക് തന്നെ തുല്യമായിരിക്കും. കാരണം പി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 765 ഡിഗ്രിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെയായിരിക്കും 45 ഡിഗ്രിയിലും ആ പോയിന്റ് നിൽക്കുന്നതെന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിഡക്ഷൻ ഫോർമുലയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് സൈൻ 360 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. 360 പ്ലസിന് എല്ലാ ട്രിഗ്നോമെട്രിക് വാല്യൂസും ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ എങ്ങനെയെങ്കിൽ 360 പ്ലസ് തീറ്റ എന്ന് പറയുന്നതും സൈൻ തീറ്റ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വില സൈൻ 45 എന്ന വാല്യൂവിന് തന്നെ തുല്യമായിരിക്കും. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണെന്ന് നമുക്കറിയാം. ഒൻപതാമത്തെ ചോദ്യം, സൈൻ 405 ഡിഗ്രി. അതായത് നമ്മളോട് കാണാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സൈൻ 405 ഡിഗ്രിയുടെ വാല്യൂ ആണ്. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റിനെ പറഞ്ഞ പോലെ സൈൻ 405 എന്ന് പറയുന്നതിനെ നമുക്ക് 360 പ്ലസ് 45 എന്നുള്ള രീതിയിൽ എഴുതാം. നമ്മൾ മനസ്സിലാക്കിയതാണ് സൈൻ 360 പ്ലസ് തീറ്റ എന്നത് സൈൻ തീറ്റ തന്നെയാണ്. അതായത് ഇതിന്റെ വില സൈൻ 45ന് തുല്യമാണ്. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. പത്താമത്തെ ചോദ്യം, കോസ് 2π മൈനസ് എക്സ്. കോസ് 2π വേണമെങ്കിൽ നമുക്ക് 360 എന്നും എഴുതാം. 360 ഡിഗ്രിയാണ് 2π റേഡിയൻ നമുക്കറിയാം. കോസ് 2π മൈനസ് എക്സിന്റെ വാല്യൂ നമുക്കറിയാം. 2π അല്ലെങ്കിൽ 360 എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ കോസ് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ നേരെ കോസ് എക്സ് എന്ന് എഴുതുന്നു. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2π മൈനസ് എക്സ് എന്ന് പറയുന്ന ആംഗിള് ഏത് ക്വാഡ്രന്റിൽ വരുന്നതാണ്. അവിടെ കോസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ മൈനസ് സൈൻ കൂടി കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം 360 മൈനസ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2π മൈനസ് എക്സ് എന്ന് പറയുന്നത് അത് ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ ആണ്. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിൽ 0 മുതൽ 90 വരെ, സെക്കൻഡ് ക്വാഡ്രന്റിൽ 90 മുതൽ 180 വരെ, തേർഡ് ക്വാഡ്രന്റിൽ 180 മുതൽ 270 വരെ, 270 മുതൽ 360 വരെ. അതായത് 270ക്കും 360ക്കും ഇടയ്ക്കായിരിക്കും 360 മൈനസ് എക്സ് എന്ന് പറയുന്ന ആംഗിൾ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഈ ആംഗിള് അത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റില് നമ്മൾ ഓൾ സിൽവർ ടീ കപ്സ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കോസും സീക്കും പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് സൈൻ തന്നെയാണ് വേണ്ടത്. അതായത് കോസ് എക്സ് എന്ന് തന്നെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. റിഡക്ഷൻ ഫോർമുലകളിൽ നമ്മൾ ഇതുപോലത്തെ മറ്റനേകം ഫോർമുലകൾ കണ്ടിട്ടുണ്ട്. 2πയിലോ പൈയിലോ വരുന്നതാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ സെയിം ഫംഗ്ഷൻ തന്നെ എഴുതും. അതായത് കോസ് ആണെങ്കിൽ കോസ് തന്നെ, സൈൻ ആണെങ്കിൽ സൈൻ തന്നെയെന്ന് എഴുതും. അതല്ല π/2ലോ 3π/2ലോ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ കോ ഫംഗ്ഷൻ എഴുതും. സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിൽ സൈന്, ടാൻ ആണെങ്കിൽ കോട്ട്, കോട്ടാണെങ്കിൽ ടാൻ എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി എഴുതണം. എന്നിട്ട് ഈ ഒരു ആംഗിൾ ഏത് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ ആണെന്ന് നോക്കിയിട്ട് അവിടെ അതിന്റെ റേഷ്യോയുടെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ സൈൻ കൂടി നമ്മൾ റൈറ്റ് സൈഡിൽ ചേർത്ത് കൊടുക്കണം.
11ാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് 3 sin pi by 6 into sec pi by 3 minus 4 sin 5 pi by 6 into cot pi by 4 equal to 1. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ട്രിഗ്നോമെട്രിക് വാല്യൂസ് സിംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ആൻസർ 1 എന്ന് വരുന്നു എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ LHS എടുത്തുകൊണ്ട് തുടങ്ങുന്നു. LHS equal to 3 sin pi by 6 into sec pi by 3 minus 4 sin 5 pi by 6 into cot pi by 4 equal to 3 into sin pi by 6. Pi by 6 എന്ന് പറയുന്നത് നമുക്കറിയാം 30 ഡിഗ്രി ആണ്. sin 30. sin 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 divided by 2 ആണ്. ഇൻറ്റു sec pi by 3. നമുക്കറിയാം sec pi by 3 എന്ന് പറയുന്നത് sec 60 ആണ്. പൈ ബൈ 3 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇനി sec 60യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം അത് cos 60യുടെ വാല്യൂവിന്റെ റെസിപ്രോക്കൽ ആണ്. 1 divided by cos 60. cos 60 എന്ന് പറയുന്നത് നമുക്കറിയാം cos 60 1/2 ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ sec 60 എന്ന് പറയുന്ന വാല്യൂ 2 ആയിരിക്കും. അങ്ങനെ നമുക്ക് ആ വാല്യൂ ഓർത്ത് വെച്ചില്ലെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് ഇൻറ്റു 2 എന്ന് വരുന്നു. -4 ഇൻറ്റു അടുത്തതായിട്ട് sin 5 pi by 6. sin 5 pi by 6 ഈ വാല്യൂ നമുക്കറിയില്ല. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് sin 5 pi by 6 എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അതായത് പൈ ബൈ 6 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ 5 ഇൻറ്റു പൈ ബൈ 6 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 30 അതായത് 150 ഡിഗ്രി. സൈൻ 150 ഡിഗ്രി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ 150 ഡിഗ്രിയുടെ സൈൻ വില കാണണമെങ്കിൽ നമുക്ക് ഇതിനെ സൈൻ 180 മൈനസ് 30 എന്ന് എഴുതാം. 150നെ നമ്മൾ 180 മൈനസ് 30 എന്ന് എഴുതി. 180 മൈനസ് 30 എന്നോ അല്ലെങ്കിൽ 90 പ്ലസ് 60 എന്നോ നമുക്ക് എഴുതാം. രണ്ടിനും റിഡക്ഷൻ ഫോർമുല ഉണ്ട്. ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അതായത് സൈൻ 180 മൈനസ് 30 സൈൻ പൈ മൈനസ് തീറ്റ. പൈ മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. അവിടെ സൈൻ പോസിറ്റീവ് ആണ്. പിന്നെ 180 എന്നായതുകൊണ്ട് സൈൻ എന്ന് തന്നെ വരുമെന്ന് നമുക്കറിയാം. അപ്പൊ അതായത് നമ്മൾ നേരെ സൈൻ തീറ്റ എന്ന് എഴുതുന്നു. അതായത് സൈൻ 30 എന്ന് എഴുതുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് 150 സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് സൈൻ പോസിറ്റീവ് തന്നെയാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ നമ്മൾ എഴുതുന്നു. അതായത് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ 30 1/2 എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ സൈൻ 5 പൈ ബൈ 6ന്റെ വാല്യൂ റിഡക്ഷൻ ഫോർമുല കൊടുത്തുകൊണ്ട് കണ്ടുപിടിച്ചു. അത് നമുക്ക് 1/2 എന്ന് കിട്ടി. ഇൻറ്റു കോട്ട് പൈ ബൈ 4 കോട്ട് 45 ടാൻ 45 1 ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട് 45. അതും 1 എന്ന് തന്നെ വരുമെന്ന് നമുക്കറിയാം. ഇവിടെ ഫസ്റ്റ് ടൈമിനകത്ത് നമുക്ക് 2ഉം 2ഉം കട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയെങ്കിൽ 3 എന്ന് വരും. 3 മൈനസ് അടുത്തതിനകത്ത് നമുക്ക് 4 ഇൻറ്റു 1/2 4ഉം 2ഉം കട്ട് ചെയ്തിട്ട് നമുക്ക് ന്യൂമറേറ്ററിൽ 2 എന്ന് എഴുതാം. അതായത് 2 ഇൻറ്റു 1 ഇൻറ്റു 1 2 എന്ന് വരുന്നു. 3 മൈനസ് 2 എന്ന് പറയുന്ന വാല്യൂ 1 എന്ന് വരുന്നു. അങ്ങനെ നമ്മളിവിടെ RHSൽ എത്തിച്ചേരുന്നു. 12ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് വാല്യൂസ് ഓഫ് സൈൻ എക്സ് ഈസ് ഇൻകറക്റ്റ്. ഇതിൽ സൈൻ എക്സിന്റെ ഏതൊക്കെ വാല്യൂസ് ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഏതൊരു തീറ്റ എന്ന ആംഗിളിനും -1 മുതൽ +1 വരെയേ വരികയുള്ളൂ. അതായത് സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉമാണ്. -1 മുതൽ +1 വരെയുള്ള വാല്യൂസ് മാത്രമേ ഏതൊരു ആംഗിളിനും സൈൻ തീറ്റയുടെ വാല്യൂ വരുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ക്ലോസ്ഡ് ഇന്റർവൽ -1 1ൽ വരാത്ത വാല്യൂ ഏതെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ആ വാല്യൂ 3 ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആൻസർ 3 ആണ്. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട സംഗതി സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം ആണ്. 13ാമത്തെ ചോദ്യം ദ വാല്യൂ ഓഫ് സൈൻ പൈ മൈനസ് എക്സ്. നമുക്കറിയാം പൈ എന്ന് പറയുന്നത് 180 ആണ് ഡിഗ്രിയിൽ പറയുമ്പോൾ. സൈൻ 180 മൈനസ് എക്സ് ഇവിടെ 180 എന്നായതുകൊണ്ട് അല്ലെങ്കിൽ പൈ എന്നായതുകൊണ്ട് നമ്മൾ മറ്റൊന്നും നോക്കാതെ സൈൻ എക്സ് എന്ന് എഴുതുന്നു. ഇനി നമുക്കറിയാം 180 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ ആണെന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ 0 90 180 270 360 ഈ രീതിയിലാണ് ആക്സിസിൽ ആംഗിൾ വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ 90ക്കും 180ക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. 180 മൈനസ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിളിന് നമുക്കറിയാം ഓൾ സിൽവർ ടീ കപ്സ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ സൈനും കൊസീക്കും അവിടെ പോസിറ്റീവ് ആണ് വരേണ്ടത്.
അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ നിർത്തേണ്ടത്. റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ചേർക്കരുത്. 180 മൈനസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിളിന് സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് റൈറ്റ് സൈഡിൽ നമ്മൾ പോസിറ്റീവ് സൈൻ എക്സ് എന്ന് എഴുതുന്നു. റിഡക്ഷൻ ഫോർമുലയിൽ പെട്ടതാണ്. നമ്മൾ അനേകം റിസൾട്ടുകൾ ഇതുപോലെ റിഡക്ഷൻ ഫോർമുലയിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. 14ാമത്തെ ചോദ്യം, ഷോ ദാറ്റ് tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x ഇക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. ഇവിടെ നമ്മളോട് ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ tan a പ്ലസ് ബി എന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കറിയാം tan a പ്ലസ് ബി ഈക്വൽ ടു tan a plus tan b whole divided by 1 minus tan a into tan b. ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് മാത്രമല്ല ഈ ഫോർമുല നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് ഈ രീതിയിലാണ്. നമ്മൾ tan 3x എടുക്കുന്നു. tan 3x equal to tan 3xന് നമ്മൾ tan x plus 2x എന്ന് എഴുതുന്നു. നമുക്കറിയാം 3x എന്ന് പറയുന്നത് x plus 2x ആണ്. 1x plus 2x 3x. നമ്മൾ അതിനെ ഒന്ന് പിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിനെ നമ്മൾ tan a plus b ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അതായത് എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 2xും എന്നുള്ള രീതിയിൽ നമ്മൾ tan a plus b ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അതായത് ഇതിനെ നമുക്ക് tan x plus tan 2x ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ഇൻറ്റു tan 2x എന്ന് എഴുതാം. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് tan 3xന്റെ വാല്യൂ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. tan a പ്ലസ് ബി ഫോർമുല വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈങ് നമുക്ക് കിട്ടുന്നത് tan 3x ഇൻറ്റു tan 3x ഇൻറ്റു 1 മൈനസ് tan x ഇൻറ്റു tan 2x. അതായത് റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വന്നു. റൈറ്റ് സൈഡിൽ tan x പ്ലസ് tan 2x എന്നും വന്നു. നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതായത് tan 3x ഇൻറ്റു 1 tan 3x മൈനസ് tan 3x ഇൻറ്റു tan 3x ഇൻറ്റു tan x ഇൻറ്റു tan 2x ഈക്വൽ ടു റൈറ്റ് സൈഡിൽ tan x പ്ലസ് tan 2x എന്നും വന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവായിട്ട് കിടക്കുന്ന ഈ ഒരു ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ രണ്ട് ടേമുകളെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും കൂടി എടുക്കുന്നു. അപ്പോൾ ആ ടേമുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നെഗറ്റീവ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ അത് അവിടെ പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് tan 3x മൈനസ് tan 2x മൈനസ് tan x. റൈറ്റ് സൈഡിലെ രണ്ട് ടേമുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു, നെഗറ്റീവായിട്ട് മാറി. ലെഫ്റ്റ് സൈഡിൽ കിടന്ന ഈ ഒരു വലിയ ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. അതവിടെ പോസിറ്റീവായിട്ട് മാറും. അതായത് tan 3x ഇൻറ്റു tan x ഇൻറ്റു tan 2x എന്ന് വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ റൈറ്റ് സൈഡിലും റൈറ്റ് സൈഡിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ കിടക്കുന്ന ഒരു ഫോം എന്ന് പറയുന്നത് tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x എന്നാണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ ആ ഒരു ടേമിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഓർഡർ ഒന്ന് മാറ്റാം. അതായത് tan 3xനെ ആദ്യം എഴുതി, പിന്നെ tan 2xനെ എഴുതി, പിന്നെ tan xനെ എഴുതി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതുക കൂടി ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നു. ദാറ്റ് ഈസ് tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x ഈക്വൽ ടു സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നതേ ഉള്ളൂ. tan 3x മൈനസ് tan 2x മൈനസ് tan x എന്ന് വരുന്നു. 15ാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് tan pi by 4 plus x divided by tan pi by 4 minus x equal to 1 plus tan x by 1 minus tan x the whole square. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ LHS എടുക്കുന്നു. LHS equal to tan pi by 4 plus x divided by tan pi by 4 minus x.
നമ്മൾ ടാൻ പൈ ബൈ 4 പ്ലസ് എക്സിന് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ടാൻ എ പ്ലസ് ബിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിട്ട് നമ്മൾ ആ ഫോർമുല കണ്ടിട്ടുണ്ട്. അതായത് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇതാണ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സിന്റെ ഫോർമുല. ആ ഫോർമുല നമ്മൾ നേരെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ടാൻ പൈ ബൈ 4 മൈനസ് എക്സിന്റെ ഫോർമുല. ആ പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ, ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്ന അതേ ഫോർമുലയിൽ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഒരു ഫോർമുല നമുക്കറിയാം. അത് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്നാണ്. അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന് വരുന്നു. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന രണ്ട് ക്വാണ്ടിറ്റീസും സെയിം ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എക്സ് ഇൻറ്റു എക്സ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിന്റെ RHS നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഫോർമുലകൾ. ഒന്നാമത്തെ ഫോർമുല ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്നുള്ള ഫോർമുലയും, അതുപോലെ തന്നെ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്നുള്ള ഫോർമുലയുമാണ്. ഈ രണ്ട് ഫോർമുലകളാണ് ഈ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 16ാമത്തെ ചോദ്യം, ഷോ ദാറ്റ് കോസ് എക്സ് പ്ലസ് കോസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ നമ്മൾ LHS എടുത്തുകൊണ്ട് ഇത് ചെയ്തു തുടങ്ങുന്നു. LHS ഈക്വൽ ടു, ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല വഴികൾ എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഈ രണ്ട് ടേമുകളെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല, അതുപോലെ തന്നെ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. അതായത് ഇവിടെ നമ്മൾ ആദ്യത്തെ ബ്രാക്കറ്റിനകത്ത് കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2, അതായത് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2, അതായത് എക്സ് മൈനസ് വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇത് മൊത്തത്തിൽ ഒരു ഹോൾ സ്ക്വയർ ഉണ്ടെന്ന് നമുക്കറിയാം. ദ ഹോൾ സ്ക്വയർ പ്ലസ്, അതുപോലെ തന്നെ അടുത്തതിൽ നമ്മൾ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുല കൊടുക്കുന്നു. അതായത് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ ഓരോ ബ്രാക്കറ്റിനകത്ത് 3 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ആ ഫാക്ടേഴ്സിനെല്ലാം ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് ബാധകമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ഫാക്ടറിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ആദ്യത്തത് 2വിന്റെ സ്ക്വയർ, 2 സ്ക്വയർ നമുക്ക് 4 എന്ന് എഴുതാം. അടുത്തത് കോസ് എക്സ് പ്ലസ് വൈ ബൈ 2വിന്റെ സ്ക്വയർ, അതായത് കോസ് തീറ്റയുടെ സ്ക്വയർ നമ്മൾ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുന്നു കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു അതുപോലെ തന്നെ കോസ് എക്സ് മൈനസ് വൈ ബൈ 2വിന്റെ സ്ക്വയർ, അതായത് കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് അടുത്തതിനകത്തും ഇതുപോലെ തന്നെ ഓരോ ഫാക്ടറിനും നമ്മൾ സ്ക്വയർ കൊടുക്കുമ്പോൾ 2വിന്റെ സ്ക്വയർ 4 എന്ന് വരുന്നു. അടുത്തതായിട്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് വരുന്നു. അടുത്തതിൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്നും വരുന്നു. ഈക്വൽ ടു, നമ്മൾ ഈ രണ്ട് ടേമുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കോമൺ ഫാക്ടർ കാണാനായിട്ട് സാധിക്കും. അതായത് ഈ രണ്ട് ടേമിനകത്ത് നമ്മൾ 4 കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 കോമൺ ഫാക്ടർ ആയിട്ട് കാണുന്നു. അപ്പൊ ആ കോമൺ ഫാക്ടറിനെ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെളിയിലേക്ക് എടുക്കുകയാണെങ്കിൽ 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 ആ ബ്രാക്കറ്റിന് വെളിയിൽ വന്നിട്ട് ആദ്യത്തെ ടേമിനകത്ത് ഇനി ഇതിന്റെ കൂടെ വരുന്നത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് വരുന്നു. അടുത്തതിനകത്ത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 എന്നും വരുന്നു. മെയിൻ ബ്രാക്കറ്റിനകത്ത് വരുന്നത് ഈ രണ്ട് ടേമുകളാണ്. അതായത് 4 ഇൻറ്റു കോസ് സ്ക്വയർ
എക്സ് മൈനസ് വൈ ബൈ ടു ഇൻറ്റു നമുക്കറിയാം ഇതിപ്പോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. തീറ്റയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ബൈ ടു ആണെന്ന് മാത്രം. നമുക്കറിയാം തീറ്റയുടെ സ്ഥാനത്ത് എന്ത് വാല്യൂ വന്നാലും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും 1 ആയിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നു 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHSൽ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഫോർമുലകൾ കോസ് സി പ്ലസ് കോസ് ഡി ഫോർമുലയും അതുപോലെ തന്നെ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുലയുമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുലയും ഉപയോഗിച്ചിട്ടുണ്ട്. 17ാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് കോസ് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു റൂട്ട് 2 കോസ് എക്സ്. നമ്മൾ ഇതിന്റെ LHS എടുത്തുകൊണ്ട് ചെയ്തു തുടങ്ങുന്നു. LHS ഈക്വൽ ടു, ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ LHSനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ കോസ് സി പ്ലസ് കോസ് ഡി എന്നുള്ള രൂപത്തിൽ എടുത്തിട്ട്, അതായത് സി എന്ന് പറയുന്നത് പൈ ബൈ 4 പ്ലസ് എക്സും ഡി എന്ന് പറയുന്നത് പൈ ബൈ 4 മൈനസ് എക്സും എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം 2 കോസ് സി പ്ലസ് ഡി ബൈ 2, അതായത് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് പൈ ബൈ 4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2, അതായത് പൈ ബൈ 4 പ്ലസ് എക്സ് മൈനസ് പൈ ബൈ 4 മൈനസ് എക്സ്. അപ്പൊ മൈനസ് പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് എഴുതുമ്പോൾ മൈനസ് പൈ ബൈ 4 മൈനസ് മൈനസ് പ്ലസ് എക്സ് എന്ന് വരുമെന്ന് നമുക്കറിയാം. കാരണം മൈനസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് എന്നാണല്ലോ വരിക. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യപ്പെടുമ്പോൾ അവിടെ മൈനസ് പൈ ബൈ 4 മൈനസ് മൈനസ് പ്ലസ് എക്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് നമ്മളത് നേരിട്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ട് എഴുതി ഡിവൈഡഡ് ബൈ 2 എന്നും വരുന്നു. ഈക്വൽ ടു 2 കോസ്, ഇവിടെ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആകുന്നു. പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 2 ഇൻറ്റു പൈ ബൈ 4 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കോസ്, ഇവിടെ പൈ ബൈ 4 മൈനസ് പൈ ബൈ 4 ക്യാൻസൽ ആകുന്നു. എക്സ് പ്ലസ് എക്സ് 2x എന്ന് വരും. 2x ബൈ 2 എന്ന് വരും. അതായത് 2 ഇൻറ്റു കോസ്, ഇവിടെ ആദ്യത്തെ ഫാക്ടറിനകത്ത് 2ഉം കട്ടായിട്ട് കോസ് പൈ ബൈ 4 എന്ന് തന്നെ അവിടെ വരും. ഇൻറ്റു കോസ്, അടുത്തതിനകത്ത് 2ഉം കട്ടായിട്ട് കോസ് എക്സ് എന്നും വരുന്നു. ഈക്വൽ ടു 2 ഇൻറ്റു കോസ് പൈ ബൈ 4ന്റെ വില നമുക്കറിയാം കോസ് 45, അത് 1 ബൈ റൂട്ട് 2 ആണ്. ഇൻറ്റു കോസ് എക്സ് എന്ന് വരുന്നു. ഇവിടെ ഈ 2 എന്ന് പറയുന്നത് നമുക്കറിയാം 2 എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു 1 ബൈ റൂട്ട് 2 ഇൻറ്റു കോസ് എക്സ് എന്നാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ ഒരു റൂട്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് ബാക്കി വരുന്നത് റൂട്ട് 2 ഇൻറ്റു കോസ് എക്സ് എന്ന് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് കിട്ടേണ്ട RHS. ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ്, ഇവിടെ നമ്മൾ കോസ് എ പ്ലസ് ബി അതുപോലെ തന്നെ കോസ് എ മൈനസ് ബി ഫോർമുലകൾ കൊടുത്തുകൊണ്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ ഒരു ടൈം ക്യാൻസൽ ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുലകൾ ഏതെല്ലാം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. കോസ് സി പ്ലസ് കോസ് ഡി ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോസ് പൈ ബൈ 4ന്റെ വില 1 ബൈ റൂട്ട് 2 എന്നുള്ള വാല്യൂ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 18ാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് സൈൻ എക്സ് പ്ലസ് വൈ ബൈ സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ. ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ LHS എടുക്കുന്നു. LHS ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് വൈ. നമ്മളിവിടെ ന്യൂമറേറ്ററിൽ സൈൻ എ പ്ലസ് ബി ഫോർമുല കൊടുക്കുന്നു. സൈൻ എ പ്ലസ് ബി നമുക്കറിയാം സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന ഫോർമുലയാണ്. അതായത് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ സൈൻ എ മൈനസ് ബി ഫോർമുല കൊടുക്കുന്നു. അതായത് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
അതായത് ന്യൂമറേറ്ററിൽ രണ്ട് ടേമുകളുണ്ട്. ആദ്യത്തെ ടേം സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ടേം കോസ് എക്സ് സൈൻ വൈ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ രണ്ട് ടേമുകളുണ്ട്. സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. നമ്മളിവിടെ ന്യൂമറേറ്ററിലെ ആദ്യത്തെ ടേം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ കോസ് വൈ ഒരു കോമൺ ഫാക്ടർ ആണ്. കോസ് വൈ ക്യാൻസൽ ആകുന്നു. അതുപോലെ രണ്ടാമത്തെ ടൈമിനകത്ത് കോസ് എക്സ് ക്യാൻസൽ ആകുന്നു. ഡിനോമിനേറ്ററിലും ഇതുപോലെ തന്നെ ഒരു ടൈമിനകത്ത് കോസ് വൈയും അടുത്തതിനകത്ത് കോസ് എക്സും ക്യാൻസൽ ആകുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ബാക്കി വരുന്ന ടേമുകൾ നമ്മൾ എഴുതുകയാണെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെ വരുന്നത് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് വൈ ഈക്വൽ ടു ന്യൂമറേറ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സൈൻ എക്സ് ബൈ കോസ് എക്സ്. നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. അതായത് ടാൻ എക്സ് പ്ലസ് അടുത്തതിൽ സൈൻ വൈ ബൈ കോസ് വൈ, അതിനെ നമുക്ക് ടാൻ വൈ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് മൈനസ് സൈൻ വൈ ബൈ കോസ് വൈ ടാൻ വൈ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHS നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുലകൾ നമുക്ക് മനസ്സിലാക്കാം. സൈൻ എ പ്ലസ് ബി ഫോർമുല, സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. അതുപോലെ തന്നെ സൈൻ എ മൈനസ് ബി ഫോർമുല, സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി. ഈ രണ്ട് ഫോർമുലകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്.